ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായി താഴെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. വിദേശ ക്ലബ്ബുകളിലേക്ക് പോയി മികച്ച പരിശീലനങ്ങളിലൂടെ മികച്ച രീതിയിൽ മെച്ചപ്പെടുന്നു. തുടർന്ന് FC ഗോവ എന്ന കാട്ടരുമകളുടെ തട്ടകത്തിലേക്ക് അവിടെ വെറും 128 മിനിറ്റുകൾ മാത്രം കളിച്ച് 4 ഗോളുകൾ നേടി സൂപ്പർ സബ് എന്ന നെറ്റിപ്പട്ടം ചാർത്തി അവൻ നേടുന്നു. തുടർന്ന് ജംഷഡ്പൂർ FC-യിലേക്ക്, തുടർന്ന് കൊമ്പന്മാരുടെ തട്ടകത്തിലേക്ക്, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്. നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിംകിസ് വർഷങ്ങളായി ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന, വർഷങ്ങളായ ഒരു കഴുകനെ പോലെ പറന്നുകൊണ്ടിരുന്നു അവന്റെ മുകളിലൂടെ. തുടർന്ന് അവനെ സ്വന്തമാക്കി കൊട്ടിഘോഷങ്ങളിലൂടെ അവനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്നു. പക്ഷേ വേണ്ട രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനോ അല്ലെങ്കിൽ മികച്ച അവസരങ്ങളോ ലഭിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. തുടർന്ന് SLK ക്ലബായ സൂപ്പർ ലീഗ് കേരള ക്ലബായ മലപ്പുറം FC എന്ന് തോന്നുന്നു, മലപ്പുറം FC-യിലേക്ക് അദ്ദേഹം എത്തുന്നു. അവിടെയും അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുന്നില്ല. തുടർന്ന് തന്നെ സൂപ്പർ സബ് നെറ്റിപ്പട്ടം ചാർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച FC ഗോവയിലേക്കാണ് ഇനി അദ്ദേഹത്തിന്റെ പോക്ക്. പറഞ്ഞു വരുന്ന മറ്റാരെയും പറ്റിയല്ല, ഇഷാൻ പണ്ഡിത, ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച്, അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായ സാക്ഷാൽ മാർക്കസ് മർഗലാവോയുടെ റിപ്പോർട്ട്, നമ്മുടെ എന്താ പറയുക, ലോക ഫുട്ബോളിൽ മികച്ച വിവരങ്ങൾ തരുന്നതിൽ അഗ്രഗണ്യൻ ഫാബ്രീസിയോ റൊമാനോ ആണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ മികച്ച വിവരങ്ങൾ തരുന്നതിൽ അഗ്രഗണ്യൻ മാർക്കസ് മർഗലാവോ എന്ന് തന്നെ പറയാം. അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇഷാൻ പണ്ഡിത FC ഗോവയിലേക്ക് തന്നെ എന്നാണ് അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട്. അദ്ദേഹം FC ഗോവയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. ഇതിൽ FC ഗോവയുടെ സീനിയർ ഒഫീഷ്യൽ പറയുന്നതായിട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതിനാണ്. അദ്ദേഹം വരുന്നത് ഒരു മികച്ച കാര്യം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും കമൻറ്റ് ചെയ്യണേ മസ്റ്റായിട്ട്. അതായത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ഇഷാൻ പണ്ഡിതയുടെ പെർഫോമൻസ് അത്രയും നിറമങ്ങാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പ്രിയ പരിശീലകൻ, അദ്ദേഹത്തെ വളർത്തിയെടുത്ത യുവൻ ഫെറാൻഡോ എന്ന പരിശീലകന്റെ തിരികെ പോക്കാണോ എന്നതിൽ ഡൗട്ടില്ലാതില്ല. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ അൽവാറോ വാസ്കസ്, നമ്മുടെ ഇവാൻ ആഷാന്റെ പ്രിയ ശിഷ്യനായ അൽവാറോ വാസ്കസ്, അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് FC ഗോവയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് അവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല. അതാണ് ഓരോ പരിശീലകർക്കറിയാം ഇനി എങ്ങനെ ഓരോ താരങ്ങളെ മികച്ച രീതിയിൽ കൊണ്ടുവരണം, ഓരോ താരങ്ങളെ എങ്ങനെ പെർഫോം ചെയ്യിപ്പിക്കണമെന്ന്. അപ്പോൾ അതായിരിക്കും കാരണം എന്നാണ് എൻ്റെ ഒരു ഫീല്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.